നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ചൊവ്വയുടെ രാശിമാറ്റം കഷ്ടിച്ചൊരു 90 ദിവസത്തോളം, അതായത് 24/1/2025 മുതൽ 3/4/2025 വരെ, 21/1/2025 മുതൽ 3/4/2025 വരെ കർക്കിടകം രാശിയിൽ നിന്നും ചൊവ്വ വക്രത്തിലേക്ക് പോകുന്നു എന്നാ പറയുന്നത്. കർക്കിടകം നീചരാശിയായിരുന്നു, അവിടെ നിന്നും വക്രത്തിലേക്ക് പോകുന്നു. വക്രം എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോവുക എന്നാണ്. നമുക്ക് പുറകോട്ട് പോകുന്ന 2 ഗ്രഹങ്ങളെ ഉള്ളൂ, രാഹുവും കേതുവും മാത്രം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചാരവശാൽ വക്രത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പുറകിലത്തെ രാശിയിലേക്ക് പോരും. പക്ഷെ അത് ഗോചരമാവണമെന്നില്ല, രാശിചക്രത്തിൽ കാണണമെന്നില്ല. എന്നാൽ ഇവിടെ ചൊവ്വയുടെ രാശിമാറ്റം നമുക്ക് ഗോചരമാണ്, കാണാൻ പറ്റും. അപ്പൊ ശരിക്കും ആ ഫലം തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഈ രാശിമാറ്റം, ഈ ചൊവ്വയുടെ ഈ 90 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, 90 ഇല്ല എങ്കിലും 70 ദിവസത്തിൽ കൂടുതൽ ഉണ്ടല്ലോ, 80 ദിവസത്തിൽ കൂടുതലുള്ളതുകൊണ്ട് ഈ ചൊവ്വയുടെ രാശിമാറ്റം, ചൊവ്വ എന്ന് പറഞ്ഞാൽ ശുഭഗ്രഹം അല്ല. അപ്പൊ നമുക്ക് ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ 27 നക്ഷത്രക്കാർക്കും ഏതെല്ലാം രീതിയിലാണ് സംഭവിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത് കർക്കിടകം രാശിയിലാണ്. ചൊവ്വ ശരിക്കും മേടൻ രാശിയാണ്. ചൊവ്വയുടെ ശരിക്കുമുള്ള രാശി എന്ന് പറയുന്ന മേടൻ രാശിയും വൃശ്ചിക രാശിയും ചൊവ്വയുടെ സ്ഥാനങ്ങളാണ്. എന്നാൽ ചൊവ്വ ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ നീചരാശിയിലാണ്. അവിടെ നിന്ന് പിന്നോട്ട് പോവുകയാണ്, വക്രത്തിലേക്ക് പോരുകയാണ് മിഥുനം രാശിയിലേക്ക്. മിഥുനം ശത്രുക്ഷേത്രം എന്നൊക്കെയാണ് പറയുക, ചൊവ്വയുടെ ശത്രുക്ഷേത്രം എന്നൊക്കെ പറയുക. അത് അങ്ങനെ നിൽക്കട്ടെ, എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പൊ മേടൻ രാശി, മേടൻ രാശിക്കാരുടെ രാശ്യാധിപനായ ചൊവ്വയുടെ രാശിമാറ്റം 21/1/2025 തുടങ്ങി 3/4/2025 വരെയാണ്. അത് 10 ശരിക്കും 10/3 മാറ്റം വരുന്നതെങ്കിൽ 12/3, അത് നമുക്ക് സമയം നോക്കണ്ട. അപ്പൊ 21 ആ ഒരു മേടൻ രാശിയുടെ രാശ്യാധിപനായ ചൊവ്വ 3-ാം ഭാവത്തിലേക്ക്, 4-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. കാര്യം മിഥുനൻ രാശി ചൊവ്വയുടെ ശത്രുക്ഷേത്രമാണെങ്കിൽ പോലും നീചരാശിയിൽ നിൽക്കുന്നതിനേക്കാൾ ഗുണഫലമാണ്. അപ്പൊ രാശ്യാധിപൻ 3, 6, 8, 12 ശുഭഗ്രഹങ്ങളല്ലാത്തവ, അതായത് ഇത്തിരി പാപഗ്രഹങ്ങളെല്ലാം 3, 6, 8, 12 വന്നാൽ കുറച്ച് ഗുണങ്ങളാണെന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ജനുവരി മാസം ഒരു 21-ാം തീയതി മുതൽ മേടൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ചൊവ്വയെ കൊണ്ട് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചൊവ്വ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയും അതുപോലെ തന്നെ ഭദ്രകാളിയുമാണ്. ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ കാരകത്വമാണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും രാശ്യാധിപനായ ചൊവ്വയുടെ കർക്കിടകത്തിൽ നിന്നും മിഥുനത്തിലേക്കുള്ള, അതായത് വക്രത്തിലേക്കുള്ള രാശിമാറ്റം മേടൻ രാശിക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. കേസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി, അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ഒഴിയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന, കുറച്ച് സമാധാന അന്തരീക്ഷം വരുന്ന ഒരു സമയമായിരിക്കും ഈ കാലയളവിൽ. അപ്പൊ ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2-ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇടവൻ രാശിക്കാർക്ക്, അതായത് കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യപാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൊവ്വയുടെ രാശിമാറ്റം 3-ാം ഭാവത്തിൽ നിന്ന് 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഋഷഭ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഇടവൻ രാശിക്കാർക്ക് അത്
അത്ര ശുഭകരമായിരിക്കില്ല. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. വാഗ്ദോഷങ്ങൾ, എന്തെങ്കിലും പറയാൻ പാടില്ലാത്തത് പറയുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സന്തതികളായിട്ടാണെങ്കിലും കുടുംബത്തിലുള്ളവരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുറമെ ജോലി സ്ഥലത്തുള്ളവരൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിച്ച അർത്ഥമായിരിക്കില്ല കേൾക്കുന്നവര്. അത് അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാവാം. ചൊവ്വ നിൽക്കുന്നത് ഓജരാശിയിലായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. പിന്നീട് നമുക്ക് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകയിരത്തിന്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യം 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാർക്ക് 12-ൽ വ്യാഴം നിൽക്കുന്നു. അപ്പൊ അതിന്റെ കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചൊവ്വയുടെ ഈ രാശിമാറ്റം. ആ രാശിമാറ്റം അവർക്ക് കുറച്ച് ഗുണഫലങ്ങൾ നൽകും. കാരണം ലഗ്നത്തിലേക്കാണ് ചൊവ്വ വരുന്നത്. അപ്പോൾ ഇത്തിരി പ്രഷറൊക്കെ കൂടുകയാണ്. കാരണം ലഗ്നത്തിൽ വരുമ്പോൾ ഏത് പാപഗ്രഹങ്ങളും ലഗ്നത്തിൽ വരുമ്പോൾ കാഠിന്യം കൂടുമെന്ന് അറിയാം. അപ്പം ഗുണഫലങ്ങളെക്കാളാണ് പ്രതിസന്ധികൾ, തൊടുന്നതെല്ലാം അബദ്ധങ്ങളായി തീരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിക്കുന്ന മുരുക 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 എന്ന് എഴുതുന്നത്, പനിനീരഭിഷേകം, പാലഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ഇടയ്ക്ക് പഴനിമലയിൽ ഏതെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് ഒക്കെ വളരെ നന്നായിരിക്കും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകൻ രാശി എന്ന് പറയുന്നത് അവരുടെ പുണർദത്തിന്റെ അവസാന പാദവും പൂയവും മയിലും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം കർക്കിടകൻ രാശിയിൽ നിന്നും അവരുടെ 12ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 12-ലെ ചൊവ്വയും അത്ര ശുഭമല്ല. പക്ഷെ ലഗ്നത്തിൽ നിന്നും 12-ലേക്ക് മാറുമ്പോൾ അല്പം അശുഭമായിരിക്കുമെന്നല്ലാതെ ആ വലിയ കേസ്, വഴക്ക്, പ്രതിസന്ധികൾ, രോഗാദി ദുരിതങ്ങൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും. എല്ലാം മംഗളമായി കലാശിക്കേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അശുഭമായി തീർന്നേക്കാം. നല്ല രീതിയിൽ നടത്താൻ അല്പം ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. എന്നിരുന്നാലും പൊതുവെ ഒരു ആശ്വാസത്തിന്റെ സമയമാണ് കർക്കിടകൻ രാശിക്കാർക്ക്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം. ചൊവ്വ 11ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അല്പ സാമ്പത്തികത്തിന്റെ കെട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതും ശത്രുക്ഷേത്രമായതുകൊണ്ട് ചൊവ്വയെ ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് തടസ്സങ്ങളൊക്കെ മാറ്റുകയും പഴനിയിൽ പോകാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ തൈപ്പൂയത്തിന് യഥാശക്തി വഴിപാട് കഴിക്കുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഷഷ്ടിവ്രതമൊക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കൂട്ടുമാലയാണ്, ഒരുപാട് പൂക്കൾ കൂട്ടിച്ചേർത്ത് കെട്ടിയ മാല ഭഗവാന് സമർപ്പിക്കുന്നത്, ഓലൻ വഴിപാട് കഴിക്കുന്നത്, മുരുക 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 എന്ന് എഴുതുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകും. പിന്നെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിന്റെ അവസാന 3 പാദവും അത്തവും ചിത്രയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 10ാം ഭാവത്തിലേക്കാണ് ചൊവ്വ വരുന്നത്. 3, 6, 8, 10, 12 ഒക്കെ ചൊവ്വയ്ക്ക് നല്ലതാണ്. അപ്പൊ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ചിലപ്പോൾ നല്ല ജോലി കിട്ടാനൊക്കെയുള്ള ഇന്റർവ്യൂ ഒക്കെ വരാനും കർമ്മസ്ഥാനത്ത് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുവാനുമൊക്കെയുള്ള യോഗമുണ്ട്. പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ കഴിക്കുന്ന ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. അത് കഴിഞ്ഞാൽ പിന്നെ തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖവും ചേരുന്ന, വിശാഖത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ വരുന്നത് 9ാം ഭാവത്തിലാണ്. 9ാം ഭാവം എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനമാണ്. ആ ഭാഗ്യസ്ഥാനത്ത് ശത്രുക്ഷേത്രത്തിലിരിക്കുന്ന ചൊവ്വയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഭാഗ്യങ്ങൾ മുടങ്ങിപ്പോവാനാണ് സാധ്യത. പോരാത്തതിന് വ്യാഴം 8-ലും കൂടി നിൽക്കുന്നുണ്ട്. തുലാം രാശിക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഭദ്രയ്ക്ക് വഴിപാടുകൾ കഴിക്കുകയും ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുകയും ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപനായ ചൊവ്വ വന്നിരിക്കുന്നത് 8ാം ഭാവത്തിലേക്കായതുകൊണ്ട് ഇവർക്ക് ചൊവ്വ വളരെ അനുകൂല സ്ഥാനത്താണ്. അല്പശത്രുപക്ഷത്താണെങ്കിൽ പോലും കുറച്ച് അനുകൂലമായ ഒരു സാഹചര്യം വന്നിരിക്കും. കണ്ടകശനിയുടെ സമയമാണെങ്കിൽ പോലും വ്യാഴം 7-ലുള്ളത് കൊണ്ട്, മാർഗസ്ഥാനത്തുള്ളത് കൊണ്ട്
കുറച്ച് നന്മകളൊക്കെ അനുഭവിക്കുവാൻ സാധിക്കും. ഭദ്രകാളി അമ്മയ്ക്ക് യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകങ്ങളൊക്കെ നടത്തി മുരുകന്റെ അഷ്ടോത്തരമൊക്കെ ചെല്ലുന്നത്, മുരുകന്റെ 6 പടവീടുകളൊക്കെ ദർശനം നടത്തുന്നത്, തൈപ്പൂയത്തിന് പ്രാർത്ഥനകൾ നടത്തുന്നത്, ഷഷ്ടിവ്രതം എടുക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. ഇനി നമുക്ക് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അവർക്ക് മാർഗസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. വ്യാഴം 6ലെത്തെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യാഴത്തിന്റെയും മാറ്റം അതുപോലെ ചൊവ്വയുടെയും മാറ്റം ശരിക്കും മാർഗസ്ഥാനത്ത് തടസ്സങ്ങൾ വരുത്തുന്ന മാറ്റമായതുകൊണ്ട് അത്ര ശുഭമായ ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കേസുകളും ചെറിയ ചെറിയ വാഗ്വാദങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിലുള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കഴിയുന്നതും അനുരഞ്ജനത്തിൽ പോവാൻ ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളിയമ്മയ്ക്ക് യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്ന, അമ്മയ്ക്ക് ഗുരുതി പൂജകളൊക്കെ കഴിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമിക്ക് കാവടി എടുക്കുന്നത്, തൈപ്പൂയത്തിന് നിവേദ്യങ്ങൾ കഴിക്കുന്നത്, പഞ്ചാമൃതമൊക്കെ വഴിപാട് കഴിക്കുന്നത്, പഴനിമലയിലും മറ്റ് 6 പടവീടുകളിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകും. ഇനി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിന്റെ അവസാനം 3 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരായ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചൊവ്വ വന്നിരിക്കുന്നത് പിന്നെ 6ാം ഭാവത്തിലാണ്. 6ാം ഭാവം എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദൈവാധീന ഭാഗമാണ്. ദൈവാധീനമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നന്മകൾ ഇവർക്ക് വന്നു ചേരും. ആ നന്മകളെല്ലാം അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷം വരികയും ആ ശത്രുഭാവങ്ങളെല്ലാം ഒന്ന് കുറഞ്ഞ് ശത്രുക്കളുടെ ദോഷങ്ങളെല്ലാം മാറി വാക്ദോഷങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായി തീരുന്നതിന് സഹായകമായിരിക്കും ചൊവ്വയുടെ രാശിമാറ്റം. ഇനി നമുക്ക് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ, കുംഭൻ രാശി എന്ന് പറയുന്നത് അവിട്ടത്തിന്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൊവ്വയുടെ രാശിമാറ്റം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. 5ാം ഭാവത്തിലേക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് വലിയ ഗുണഫലങ്ങൾ ഒന്നുമില്ലെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാൻ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഭദ്രകാളി അമ്മയ്ക്കും യഥാശക്തി വഴിപാടുകളൊക്കെ കഴിച്ച പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ, മകര ചൊവ്വയ്ക്കൊക്കെ യഥാശക്തി വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് മീനം രാശിയാണ്. മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4ാമിടത്താണ് ചൊവ്വ വരുന്നത്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തന്നെ 3ാം വ്യാഴം മുറവിളി കൂട്ടുന്നതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ കുറച്ചുണ്ട്. പിന്നെ 7ര ശനിയാണ്. എന്നിരുന്നാൽ പോലും കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളൊക്കെ വന്നിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെയും ദുർഗാദേവിയെയും ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിക്കുന്നതോടെ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്. 27 നക്ഷത്രക്കാരും ചൊവ്വയുടെ ഈ വക്രത്തിലേക്കുള്ള രാശിമാറ്റത്തിന് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, പഴനിമലയിൽ ദർശനം നടത്തുന്നത്, പടവീടുകളിൽ 6 പടവീടുകളുണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ, അവിടെയൊക്കെ ദർശനം നടത്തുക, അതുപോലെ തന്നെ തൈപ്പൂയം ആഘോഷിക്കുക, ഷഷ്ടിവ്രതം എടുക്കുക, സുബ്രഹ്മണ്യ സ്വാമിയുടെ അഷ്ടോത്തരം ജപിക്കുക, മുരുക എന്ന് നിത്യം എഴുതുകയൊക്കെ ചെയ്യുന്നതോടുകൂടി എല്ലാ ദോഷഫലങ്ങളും കുറഞ്ഞു കിട്ടും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നവരെല്ലാം സമ്പന്നരാണ്. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ദൈവമാണ് ചൊവ്വ. അതുകൊണ്ട് സേവാമൂർത്തികളാണ്. ഉപാസനാമൂർത്തികളെ സേവിക്കുന്നതോടുകൂടി എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും. അങ്ങനെ ഈ ചൊവ്വയുടെ രാശിമാറ്റം ഏറ്റവും ഗുണപ്രദമായി തീരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.